എജ്യുഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനായിരുന്നു കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. സ്പീഡോമീറ്ററാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം, അറിയപ്പെടുന്ന പേര് സ്പീഡോമീറ്റർ. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത് എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചതുകൊണ്ട്. ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചതുകൊണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത്. ജിയോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ജിയോഗ്രഫി എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഭൂമി എന്നർത്ഥം വരുന്ന ജിയോ അല്ലെങ്കിൽ ജി, എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക എന്നർത്ഥം വരുന്ന ഗ്രാഫിയ എന്നീ 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നാണ് ഈ പദം ഉണ്ടായത്. അടുത്ത ചോദ്യം, ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. ഹോക്കി കളിയുമായി ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ്. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവ്. കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. പി കേശവദേവ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം? പ്രകാശവർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് പ്രകാശവർഷം എന്നാണ്. ശൂന്യതയിൽ പ്രകാശം ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലാണ് സഞ്ചരിക്കുക. ഒരു പ്രകാശവർഷം ഏകദേശം 9.461 ട്രില്യൺ കിലോമീറ്ററാണ്. അടുത്ത ചോദ്യം, കൊല്ലവർഷം തുടങ്ങിയത്? AD 825. AD 825 കൊല്ലവർഷം തുടങ്ങിയത്. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത്? ഏഥൻസ്. പ്രഥമ ആധുനിക ഒളിമ്പിക്സ് നടന്നത് 1896 വെച്ച് ഏഥൻസിലായിരുന്നു. അതായത് ഗ്രീസിലെ തലസ്ഥാനമായ ഏഥൻസിൽ വെച്ചായിരുന്നു പ്രഥമ ആധുനിക ഒളിമ്പിക്സ് നടന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. ധ്രുവപ്രദേശങ്ങളിൽ ഏകദേശം 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏകദേശം 18 കിലോമീറ്റർ വരെയും ഉയരത്തിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഭൂമിയിലെ മിക്കവാറും എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴ, മഞ്ഞ്, കാറ്റ്, മേഘങ്ങൾ സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? 1965. 1965 കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC നിലവിൽ വന്നത്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എന്ന പേരിലായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്. ഈ സ്ഥാപനമാണ് പിന്നീട് KSRTC ആയി മാറിയത്. അടുത്ത ചോദ്യം, ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത്? PK ബാലകൃഷ്ണൻ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് PK ബാലകൃഷ്ണനാണ്. മഹാഭാരതത്തിലെ കഥാപാത്രമായ കർണൻ്റെ കാഴ്ചപ്പാടിലൂടെ കഥ പറയുന്ന ഈ നോവൽ മലയാള സാഹിത്യത്തിലെ ഒരു ക്ലാസിക് കൃതിയായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായത് 1885 ഡിസംബർ 28. ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന AO ഹ്യൂമാണ് ഇതിന് മുൻകൈയെടുത്തത്. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു ആദ്യ സമ്മേളനം നടന്നത്. വോമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ? ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. 1853 ഏപ്രിൽ 16 മുംബൈയിലെ ബോറി ബന്ദർ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. ഗീതാഞ്ജലി രചിച്ചത്? ടാഗോർ. ഗീതാഞ്ജലി രചിച്ചത് വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോറാണ്. ഈ കൃതിക്ക് 1913
സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ എന്ന ബഹുമതിയും ടാഗോറിന് ഇതിലൂടെ ലഭിച്ചു. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ്? തുട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ തുടയിലാണുള്ളത്. ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഏതാണ്? കോൾ. ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു ഗോത്രവർഗമായിരുന്നു കോൾ ഗോത്രവർഗം. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രീവ്സ് ആണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നറിയപ്പെടുന്നത് കേരളം. കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു? ബോർഡിറ്റെല്ല പെർട്ടുസിസ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോർഡിറ്റെല്ല പെർട്ടുസിസ് എന്ന ഇനം ഒരു ബാക്ടീരിയ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പെരിയാർ വന്യജീവി സങ്കേതം ഒരു കടുവാ സങ്കേതം കൂടിയാണ്. കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ? മൈക്കോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠം, ലെപ്രസി എന്ന രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ലെപ്രെ ആണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഷിയോനാഥ്. ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി. എത്ര ശതമാനം ഓക്സിജനാണ് ഭൂമിയുടെ അന്തരീക്ഷ വായുവിൽ ഉള്ളത്? 21%. ഭൂമിയുടെ അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം 21%. ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് 78%-ഓളം നൈട്രജനാണ്. ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ച വർഷം 1996. ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സമഗ്രമായ 30 വർഷത്തെ കരാർ ഒപ്പുവെച്ചത് 1996. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യർ. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ എസ് ശങ്കര സുബ്ബയ്യർ ആയിരുന്നു. ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദി ടീസ്റ്റ. ടീസ്റ്റ നദിയാണ് ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ? കോറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് കോറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ്? കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യം അറിയപ്പെടുന്ന പേര്? ന്യൂ ഹൊറൈസൺസ്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യത്തിൻ്റെ പേരാണ് ന്യൂ ഹൊറൈസൺസ്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ. അയോണുകൾ എന്നാണ് ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത്. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം? ടിൻ അമാൽഗം. ടിൻ അമാൽഗമാണ് കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന? IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യോർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC ആണ് മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന. യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ? 92. യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്? മെലാമൈൻ. അഗ്നിയെ പ്രതിരോധിക്കുന്ന ഒരു പ്രധാന പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ.
വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയയുടെ പേര് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ജഡായുപ്പാറ ടൂറിസം പദ്ധതി, ജഡായു എർത്ത്സ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. കർണം മല്ലേശ്വരി ഭാരോദ്വഹന വിഭാഗത്തിൽ 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെച്ചാണ് ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായത് കർണം മല്ലേശ്വരിയാണ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് കശുമാവ്. കശുമാവാണ് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുട്ടയിടുന്ന ജീവജാലങ്ങൾ അറിയപ്പെടുന്ന പേര് ഓവിപാരസ്. ഓവിപാരസ് എന്നാണ് മുട്ടയിടുന്ന ജീവജാലങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഏത് രോഗത്തിന് കാരണമാകുന്നു? ഫാറ്റി ലിവർ. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഫാറ്റി ലിവർ എന്ന രോഗത്തിന് കാരണമാകുന്നു. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന. കരമന നദിയിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പാർലമെന്റ് പാസാക്കിയത് 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമം കൊണ്ടുവന്നത്. ഈ നിയമം 1956 നവംബർ 1 പ്രാബല്യത്തിൽ വന്നു. അതോടെ ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പായിരിക്കും. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ്? പാക് കടലിടുക്ക്. പാക് സ്ട്രേറ്റ്. പാക് കടലിടുക്കിലാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഉത്പതനം. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്നാണ് അറിയപ്പെടുന്നത്. നളചരിത മാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു നളചരിത മാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്കാണ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 4 മിനിറ്റ്. പ്രാദേശിക സമയം
ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാറിലാണ് മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ് ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റാണ്? 98.6 ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിൽ 98.6. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അനാകാർഡിക് ആസിഡ്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അനാകാർഡിക് ആസിഡ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെസി ബോസ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സർ ജഗദീഷ് ചന്ദ്ര ബോസ്, ജെസി ബോസ്. അദ്ദേഹം സസ്യങ്ങളുടെ വളർച്ചയും ചലനങ്ങളും രേഖപ്പെടുത്തുന്നതിനായി ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണം വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കാനുള്ള കഴിവ് അറിയപ്പെടുന്നത് ആക്കം. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കാനുള്ള കഴിവാണ് ആക്കം, മൊമെന്റം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം സെല്ലുലോസ് ആണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം. ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ബ്ലാക്ക് സോയിൽ, കരിമണ്ണ്, റിഗർ മണ്ണ് എന്നെല്ലാം ഇത് അറിയപ്പെടാറുണ്ട്. ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? പുരി. ഒഡീഷയിലെ പുരിയിലായിരുന്നു ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത്. പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ എന്നാണ് പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം ശുക്രസംതരണം. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസമാണ് ശുക്രസംതരണം. ക്രോമസോമുകളുടെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്നത് ജങ്ക് ജീനുകൾ. ക്രോമസോമുകളിലെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ ജങ്ക് ജീനുകൾ അല്ലെങ്കിൽ സ്യൂഡോ ജീനുകൾ എന്നെല്ലാമാണ് അറിയപ്പെടുന്നത്. ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? തൃതീയ മേഖല, ടെറിഷറി സെക്ടർ. തൃതീയ മേഖലയിലാണ് ബാങ്കിംഗ് സേവനം ഉൾപ്പെടുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന ഈ നദി പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നുമാണ് ഉദ്ഭവിക്കുന്നത്. നെയ്യാർ ഡാം ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആകെ നദികൾ 44. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. ഇവയിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് മലയോരങ്ങളിലും ഇടനാടുകളിലും ഈ ഇനം മണ്ണാണ് വ്യാപകമായി കാണപ്പെടുന്നത്. ഇരുമ്പിൻ്റെ അംശം കൂടുതലായതിനാലാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല
വയനാട്. വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ളത്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഭാരത് മാത, മദർ ഇന്ത്യ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. ആശാ മേനോൻ എന്നത് സാഹിത്യകാരനായ കെ ശ്രീകുമാർ ഉപയോഗിക്കുന്ന തൂലിക നാമമാണ്. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചലാണ്. ഇത് ഹിമാലയൻ പർവ്വതനിരകളിലെ മധ്യഭാഗത്തുള്ള നിരയാണ്. ഏറ്റവും ഉയരം കൂടിയ ഹിമാദ്രിക്കും ഏറ്റവും താഴെയുള്ള സിവാലിക് കുന്നുകൾക്കും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2002 മുതൽ 2007 വരെയായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഔദ്യോഗികമായി നിയമമാക്കി പ്രാബല്യത്തിൽ വന്നത് 2005 സെപ്റ്റംബർ 7 ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള നെല്ല്. നെല്ലാണ് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടൽ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും പോഷകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിലുള്ള വില്ലസുകൾ എന്ന ചെറിയ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് ദഹിച്ച പോഷകങ്ങളെ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ, ഫോഴ്സിൻ്റെ അന്താരാഷ്ട്ര ഏകകം അഥവാ SI യൂണിറ്റ് ന്യൂട്ടനാണ്. ഒരു ന്യൂട്ടൺ എന്നാൽ 1 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകി ചലിപ്പിക്കാൻ ആവശ്യമായ ബലമാണ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി ശരീരത്തിൽ സ്വാഭാവികമായി വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഇതിനെ സൺഷൈൻ വിറ്റാമിൻ എന്നും അറിയപ്പെടാറുണ്ട്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം, ട്യൂബർക്കുലോസിസ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി ML ഗോവിന്ദൻ നായർ. ML ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ കൽക്കരി ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ റൈസോബിയം. റൈസോബിയമാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന ഒരു പ്രധാന ബാക്ടീരിയ. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കൊച്ചി. കേരളത്തിൽ ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് നടന്നത്. പ്രശസ്ത കാർഡിയാക് സർജൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 2003 മെയ് 13 ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഈ നേട്ടത്തോടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമായി കേരളം മാറി.
വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും വിതരണം ചെയ്യാനുമായി അവർ അകാലി ലങ്കർ എന്ന പേരിൽ ഒരു സമൂഹ അടുക്കള, കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചിരുന്നു. ജാതി മതം ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ ഭക്ഷണം നൽകിയിരുന്നു. ഇത് സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ഐത്തോച്ചാടനത്തിന് വലിയ പിന്തുണ നൽകി. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സാഹിത്യകൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്? വി.ഒ. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ വള്ളിയപ്പൻ ഉലകനാഥൻ ചിദംബരം പിള്ള അഥവാ വി.ഒ.സി. പിള്ള ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കപ്പൽ ഗതാഗതം കുത്തകയാക്കി വെച്ചിരുന്ന കാലത്ത് സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി ഒരു തദ്ദേശീയ ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. ഈ ധീരമായ നീക്കമാണ് അദ്ദേഹത്തിന് കപ്പലോട്ടിയ തമിഴൻ എന്ന പേര് നേടിക്കൊടുത്തത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനസ്. ബിറ്റുമിനസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? പാണ്ഡുരംഗ ഹെഡ്ഗെ. അപ്പിക്കോ മൂവ്മെന്റിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. കർണാടകയിലെ പശ്ചിമഘട്ട വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി 1983 ആരംഭിച്ച ഈ പ്രസ്ഥാനം ഉത്തരേന്ത്യയിലെ ചിപ്കോ മൂവ്മെന്റിന്റെ മാതൃകയിലുള്ളതായിരുന്നു. അപ്പിക്കോ എന്ന കന്നഡ വാക്കിന്റെ അർത്ഥം ചുറ്റിപ്പിടിക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക എന്നാണ്. മരങ്ങൾ മുറിക്കുന്നത് തടയാൻ അവയെ കെട്ടിപ്പിടിച്ച് നിന്ന് പ്രതിഷേധിക്കലായിരുന്നു അതിന്റെ അർത്ഥം. ഐസോടോപ്പുകൾ കണ്ടെത്തിയത്? ഫ്രെഡറിക് സോഡി. ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ഫ്രെഡറിക് സോഡിയാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1921 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഇന്ത്യയുടെ സുവർണ നാര് എന്നറിയപ്പെടുന്നത്? ചണം. ഇന്ത്യയുടെ സുവർണ നാര്, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ജൂട്ട്, ചണം ആണ്. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം? എട്രോപ്ലസ് സുരാറ്റൻസിസ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായ കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നതാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.